നമസ്കാരം. രാജ്യത്തിൻ്റെ പരമോന്നത അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായക വിധിയെയും ഉത്തരവുകളെയും തീരുമാനങ്ങളെയും മൗനമായിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് രാഷ്ട്രപതി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് മന്ത്രിസഭയുടെ സ്വാധീനം തന്നെയാണുള്ളത് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രപതി ആ സ്ഥാനത്തിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില നിയമകാര്യങ്ങളുണ്ട്. അത് അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയം സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യത്തെ സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 142 കൃത്യമായി ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് ഗവർണർമാരും രാഷ്ട്രപതിയും സാധാരണയായി പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒപ്പിട്ട് നൽകുകയോ ഇനി അത് ഒപ്പിട്ടില്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം ബോധിപ്പിക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്ത് വന്നിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ കേന്ദ്ര മന്ത്രിസഭ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് വിട്ടപ്പോൾ ആ ബില്ല് വായിച്ചു നോക്കാനുള്ള സാവകാശമെങ്കിലും രാഷ്ട്രപതി സ്വീകരിച്ചിരുന്നോ എന്നുള്ള പരസ്യമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ വന്നിരിക്കുന്നത്. മാത്രമല്ല അവർ വഹിക്കുന്ന സ്ഥാനം അതും രാജ്യത്തെ മഹനീയമായിട്ടുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് കോട്ടം തട്ടരുത് എന്ന അഭ്യർത്ഥന കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ആരോപണങ്ങൾ പലകുറി പ്രതിപക്ഷത്തിനെതിരെയും ഒരുപക്ഷെ സുപ്രീം കോടതിക്കെതിരെയും നടത്തുമ്പോഴൊക്കെ തന്നെ അതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങൾ പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ സ്ഥിതി അങ്ങനെയല്ല. രാഷ്ട്രപതിക്ക് രാജ്യത്തെ അധികാര കേന്ദ്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഹെഡിൻ്റെ അധികാരമാണ്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ആ മഹനീയമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമായി ഭരണപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ചട്ടുകമായി മാറുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പ്രധാന ആരോപണം. ഉപരാഷ്ട്രപതി പോലും രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻഖർ സുപ്രീം കോടതിയെ പരിഹസിക്കുകയും സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായ് നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് തുടർച്ച എന്ന നിലയിൽ കൃത്യമായിട്ടൊരു ഉത്തരം ഇതിൽ നൽകിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം. 2017-ലും 2019-ലും മുൻകൂർ പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ നിർണായക നീക്കം പൊളിച്ചെഴുതിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വനം ശക്തി എന്ന NGO നൽകിയ ഹർജി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകളെയും മറ്റ് കോർപ്പറേറ്റുകളെയും കേന്ദ്രം സഹായിക്കുന്ന പദ്ധതികൾ അത് ഉപേക്ഷിക്കാൻ ഇപ്പോൾ ജസ്റ്റിസുമാരായിട്ടുള്ള അഭയ S ഒക്കെയും അതോടൊപ്പം തന്നെ ഉജ്ജൽ ഭുജാനും കൃത്യമായ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. പാരിസ്ഥിതിക അനുമതിയില്ലാതെ ഒരു രീതിയിലുള്ള ഉത്തരവും വിജ്ഞാപനവും ഇനി കേന്ദ്രം പുറപ്പെടുവിച്ചു പോകരുത് എന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെ ഖണ്ഡിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസ് വരും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ അധികാര പരിധി ഇതിലൂടെ ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്.